ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ, മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോണത്. അങ്ങനെ ജാനി ട്രെയിനിൽ കിടന്ന് ഭയങ്കര വികൃതിയൊക്കെ ആയിരുന്നു കേട്ടോ. ജനൽ തുറക്കാൻ പറഞ്ഞുകൊണ്ടും ഭയങ്കര വാശിയിലായിരുന്നു. ഞങ്ങൾ 1:30 ട്രെയിനാണ് കേട്ടോ പോയത്. ഉച്ചയ്ക്ക് ഫുഡൊന്നും ഞങ്ങൾ എടുത്തിട്ടൊന്നും ഉണ്ടായില്ല. അപ്പം ട്രെയിനിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചാൽ കഴിച്ചത്. പക്ഷെ ബിരിയാണി ഭയങ്കര മോശമായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയാ ബിരിയാണി കഴിച്ച് തീർത്ത്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ എപ്പോഴും കണ്ണൂർ എത്തിയായിരുന്നു. ജെൻസിൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് കണ്ണൂർ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ആദ്യം പോയത്. അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് പോയേട്ടാ. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്. കണ്ണൂർ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. രാത്രി നല്ല തണുപ്പാണ്. അമ്പലം ഇരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മലയും കാടും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ കയറണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ജീവില പറഞ്ഞ് വേണ്ട അമ്മേ, അത്രയും സമയം ഇവിടെ കളയണ്ട, നമുക്ക് പോകാം, സ്നേക്ക് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിയില്ല. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു കായലുണ്ട്. അപ്പോൾ അതിൽ നിറയെ മീനുകളാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ നോക്കിയിരിക്കണേണ്. വലിയ വലിയ മീനുകളാണ് ഉള്ളത് കേട്ടോ. മറ്റേ കരിമീൻ, കണമ്പ്, അങ്ങനത്തെ മീനുകളായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കാല് കഴുകിയിട്ട്, അങ്ങനെ വെള്ളത്തിൽ കാല് കഴുകിയിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പം ഞങ്ങളെല്ലാവരും കാലൊക്കെ കഴുകാനായിട്ട് ജാൻവിൻ അതിൻ്റെ വെള്ളത്തിൽ നിന്ന് കയറണുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണക്കിനാണ് ചേട്ടൻ പൊക്കിയെടുത്തിട്ട് അമ്പലത്തിലേക്ക് കയറ്റിയത്. ഞങ്ങൾ ചെന്ന ദിവസം മുത്തപ്പൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ അന്നത്തെ ദിവസം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടൈമിൽ എന്തോ മുത്തപ്പൻ എന്തോ ഇരിക്കില്ല എന്ന് തോന്നണം അമ്പലത്തിൽ. കറക്റ്റായിട്ട് എങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. അവിടുത്തെ പ്രസാദമുണ്ട്, വൻപയറും തേങ്ങാക്കൊത്തും ചായയും. അതൊക്കെ കുടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന്